ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്യാമവർണ്ണൻ കഥ കേൾക്കാം. ശ്യാമവർണ്ണൻ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. ശ്യാമവർണ്ണൻ എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ദേവദത്ത് പട്നായിക്, മലയാളത്തിലുള്ള വിവർത്തനം ശ്രീലത എസ്, ഓഡിയോ കൃഷ്ണകുമാരി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പുസ്തകം 10. അഭയാർത്ഥി. വ്യാസൻ ശുഖനോട് പറഞ്ഞു, ഉത്തമമായ പ്രവൃത്തികൾക്ക് എങ്ങനെയാണ് മോശമായ പരിണതഫലങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നതെന്ന് ശ്യാം സ്വന്തമായി അനുഭവിച്ചറിഞ്ഞു. തീവ്രമായ ക്രോധത്തിൻ്റെ ദൂഷിത വലയത്തിനുള്ളിൽ ചുറ്റിക്കറങ്ങുന്നതിനു പകരം എപ്പോഴാണ് താത്കാലിക വിരാമം ഇടേണ്ടതെന്നും എപ്പോഴാണ് പിൻവലിക്കേണ്ടതെന്നും അവനറിയാമായിരുന്നു. അരക്ഷിതത്വത്തിൻ്റെ ഈ വനത്തിൽ ദൈവം പോലും ഇരയാണെന്ന് ഈ കഥകൾ നിനക്ക് മനസ്സിലാക്കി തരട്ടെ. ജരാസന്ധൻ മധുര ആക്രമിക്കുന്നു. കേൾക്കാം. സാന്ദീപനി ശ്യാമിനെ കർമ്മത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഓരോ സംഭവവും എങ്ങനെയാണ് കഴിഞ്ഞതിൻ്റെ ഫലമാകുന്നതെന്നും ഓരോ പ്രവൃത്തിയും എങ്ങനെയാണ് ഭാവിയുടെ വിത്താകുന്നതെന്നും. എല്ലാ ഫലങ്ങളും മധുരമുള്ളതായിരിക്കുകയില്ല. കംസനെ നിഗ്രഹിച്ച പ്രവൃത്തി ശ്യാമിന് മധുരയുടെ സ്നേഹം നേടിക്കൊടുത്തു കാണും. പക്ഷേ ഉടനെ തന്നെ അതേ ആളുകൾ അവനോട് കോപിക്കും. കാരണം ആ പ്രവൃത്തി ഭയാനകമായ പരിണതഫലങ്ങൾ അങ്കുരിപ്പിക്കുന്നതിന് തുടക്കം കുറിക്കുകയായിരുന്നു. ശ്യാം എങ്ങനെയാണ് തൻ്റെ ജാമാതാവിനെ നിഗ്രഹിച്ചതെന്നും അത് കണ്ട് മധുരയിലെ മുഴുവൻ ജനങ്ങളും എങ്ങനെയാണ് ആ ഗോപാലകനെ ആർപ്പുവിളിയോടെ സ്വീകരിച്ചത്, അതും തൻ്റെ പെൺമക്കൾ അവരുടെ ഭർത്താവിൻ്റെ ജഡം കണ്ട് വിലപിക്കുന്ന വേളയിൽ എന്ന് മനസ്സിലാക്കിയ മഗധയിലെ രാജാവായ ജരാസന്ധൻ കോപോന്മത്തനായി യാദവരുടെ നഗരത്തെ തകർത്തെറിഞ്ഞ് നിലം പരിശാക്കിക്കൊണ്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് തീരുമാനിച്ചു. യാദവർ ഭയന്ന് വിറച്ചു. നമുക്ക് ക്ഷമ ചോദിച്ച് അയാളുടെ കാരുണ്യത്തിനായി യാചിക്കാം, അവർ നിലവിളിച്ചു. വേണ്ട, ശ്യാം പറഞ്ഞു. നമ്മൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ജനങ്ങൾ എന്ന നിലയ്ക്ക് നമുക്കൊരു സ്വേച്ഛാധികാരിയെ അധികാരത്തിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കുന്നതിനുള്ള അവകാശമുണ്ട്. നമുക്കൊന്നിച്ചു നിന്ന് നമ്മുടെ പരമാധികാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യാം. ജരാസന്ധൻ്റെ ഭീഷണകരമായ കടന്നാക്രമണത്തിൽ പിടിച്ചു നിൽക്കുന്നതിനായി ശ്യാം തൻ്റെ സഹോദരൻ്റെ ഒപ്പം ഒരു സേന സൃഷ്ടിച്ചു. നിങ്ങൾ ശരിയായ യോദ്ധാക്കളാണ് എൻ്റെ മക്കളെ, മതിപ്പ് തോന്നിയ വസുദേവൻ പറഞ്ഞു. ഒരു ഗരുഡൻ്റെ ചിഹ്നമുള്ള കൊടിക്കൂറ അയാൾ ശ്യാമിനു നൽകി. പനയുടെ അടയാളമുള്ള മറ്റൊരു കൊടിക്കൂറ ബലരാമനും. കൂർത്ത പല്ലുപോലുള്ള അഗ്രത്തോടെയുള്ള സുദർശന ചക്രം എന്നു പേരായ ഒരു ചക്രായുധം ആയിരുന്നു ശ്യാമിൻ്റെ പ്രിയപ്പെട്ട ആയുധം. അവന് നന്ദകൻ എന്നു പേരുള്ള ഒരു വാളും കൗമോദകി എന്നു പേരുള്ള ഒരു ചെങ്കോലും ശാരംഗം എന്നു പേരുള്ള ഒരു വില്ലും ഉണ്ടായിരുന്നു. ബലരാമൻ്റെ ആയുധങ്ങളിൽ ഹല എന്നു പേരുള്ള ഒരു കലപ്പയും മൊസല എന്നു പേരുള്ള ഒരു ഉലക്കയും സുനന്ദ എന്നു പേരുള്ള ഒരു ഗദയും ഉണ്ടായിരുന്നു. ജരാസന്ധൻ 17 പ്രാവശ്യം മധുര ആക്രമിച്ചു. ഓരോ പ്രാവശ്യവും ശ്യാമിൻ്റെയും ബലരാമൻ്റെയും വിദഗ്ധ നേതൃത്വത്തിൽ യാദവസേന ശത്രുവിനെ പ്രതിരോധിച്ചു. അവരുടെ വിജയത്തിൻ്റെയും പൂർവസ്ഥിതി പ്രാപിക്കുന്നതിനുള്ള നൈസർഗികമായ കഴിവിൻ്റെയും വാർത്തകൾ ഭൂമിയുടെ ഓരോ മൂലയിലും വ്യാപിച്ചു. മധുരയും മഗധയും പരസ്പരം ശത്രുക്കളായി യുദ്ധത്തിലേർപ്പെട്ടവരാണ്. ഹസ്തിനാപുരം കീഴടക്കണമെന്നുള്ള ജരാസന്ധൻ്റെ ആഗ്രഹത്തിനു മുന്നിൽ മധുര അയാളെ വഴി തടയുന്നു. ജരാസന്ധനുമായിട്ടുള്ള യുദ്ധം കൃഷ്ണനും ബലരാമനും വെറും ഗോപാലകരും മല്ലന്മാരും എന്ന നില വിട്ട് മഹാന്മാരായ യോദ്ധാക്കൾ എന്ന നിലയ്ക്കുള്ള സ്ഥാനം പ്രാമാണീകരിക്കപ്പെടുത്തുന്നു.
ഹിന്ദു പുരാണ ഇതിഹാസങ്ങളിൽ ഓരോ പ്രവൃത്തിക്കും പരിണത ഫലമുണ്ട്. അങ്ങനെ കംസന്റെ വധം ജരാസന്ധന്റെ ക്രോധം കെട്ടഴിച്ചു വിടുന്നു. പാരമ്പര്യപ്രകാരം ആയുധങ്ങൾ കയ്യിൽ പിടിക്കുന്നവ ബ്രാക്കറ്റിൽ അസ്ത്രം, ശത്രുവിൻ്റെ നേർക്ക് പായിക്കുകയോ ചുഴറ്റി എറിയുകയോ ചെയ്യുന്നവ ശസ്ത്രം ബ്രാക്കറ്റിൽ എന്നും രണ്ടു തരത്തിൽ വിഭജിച്ചിട്ടുണ്ട്. മഗധയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആനകൾക്ക് പ്രശസ്തമാണ്. യുദ്ധങ്ങളിൽ ആനകളെ ഉപയോഗിക്കുന്ന രീതി ഗംഗാ സമതലങ്ങളിൽ നിലനിന്നിരുന്ന ഏതാനും പേർ ചേർന്ന് ഭരിച്ചിരുന്ന തദ്ദേശീയ ലഘുജനാധിപത്യ രീതി നശിപ്പിച്ച് ഇന്ത്യയുടെ ആദ്യ സാമ്രാജ്യം മഗധയിൽ ഉദയം കൊള്ളുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. ജരാസന്ധന്റെ തലസ്ഥാന നഗരം ഗിരിവ്രജം അഥവാ രാജ്ഗീർ ആണ്. ചരിത്രപരമായി ഈ സ്ഥലം ബുദ്ധമതവും ജൈനമതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. അടുത്ത ഭാഗം കാലയവനൻ. തൻ്റെ 18ാമത്തെ ആക്രമണം ആരംഭിച്ചപ്പോൾ ജരാസന്ധൻ മധുര നഗരത്തെ നശിപ്പിക്കുന്നതിന് വിധിക്കപ്പെട്ടിട്ടുള്ള കൂലിപ്പടയാളിയായ കാലയവനനെ കൂലി കൊടുക്കുന്നു. ഒരിക്കൽ മധുരയിൽ പാർത്തിരുന്ന യോഗിയായ ഗാർഗ്യൻ്റെ പുത്രനായിരുന്നു കാലയവനൻ. വളരെ കാലം മുൻപ് യാദവരുടെ കുടുംബ പുരോഹിതനായിരുന്ന ശൈലൻ ഗാർഗ്യനെ ഷണ്ഡൻ എന്ന് വിളിച്ച് അപമാനിച്ചു. യാദവരോട് ശൈലനെ ശിക്ഷിക്കണമെന്ന് ഗാർഗ്യൻ സാധികാരം ആവശ്യപ്പെട്ടപ്പോൾ അയാൾ തിരസ്കരിക്കപ്പെട്ടു. നിങ്ങൾ ഒരു ഷണ്ഡനല്ല എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? യാദവർ അവകാശപൂർവം ചോദിച്ചു. ഈ സംഭവം ഗാർഗ്യനെ മാനസികമായി വല്ലാതെ താറുമാറാക്കി കളഞ്ഞു. അതിനാൽ അയാൾ ശിവനോട് സഹായം അഭ്യർത്ഥിച്ചു. ഒരു നാൾ അയാൾ ഒരു കുഞ്ഞിൻ്റെ പിതാവാകും. ഒരു പുത്രൻ, ഒരു യാദവനും പരാജയപ്പെടുത്തുവാൻ കഴിയാത്തവൻ, മധുരയുടെ നാശം കൊണ്ടുവരുന്നവൻ. ശിവൻ അയാൾക്ക് ഉറപ്പു നൽകി. യവനേശൻ എന്നു പേരുള്ള ഒരു രാജാവിന് സന്താനങ്ങൾ ഉണ്ടായില്ല എന്ന് വന്നു ഭവിച്ചു. അതിനാൽ തൻ്റെ പത്നിയെ ഗർഭം ധരിപ്പിക്കുന്നതിനായി അയാൾ ഗാർഗ്യനെ ക്ഷണിച്ചു. ഗാർഗ്യൻ സമ്മതിച്ചു. അങ്ങനെ യവനേശൻ്റെ പത്നിക്ക് ജനിച്ച പുത്രനെയാണ് കാലയവനൻ എന്ന് വിളിച്ചു വരുന്നത്. അവൻ മധുര നഗരത്തെ നശിപ്പിക്കുമെന്ന് ദിവ്യമായ അരുളപ്പാടുകളിലൂടെ പ്രവചിക്കപ്പെട്ടിരുന്നു. കംസനെ നശിപ്പിക്കുന്നതിന് വിധിക്കപ്പെട്ടിരുന്ന യാദവർ കാലയവനൻ്റെ കൈകളാൽ മരിക്കുന്നതിന് മുൻ നിശ്ചയിക്കപ്പെട്ടിരുന്നു. പ്രകൃതിക്ക് സ്നേഹഭാജനങ്ങളില്ല. യവനൻ എന്നതിൻ്റെ അർത്ഥം ഗ്രീക്ക് എന്നാണ്. കാലയവനൻ എന്നാൽ കറുത്ത ഗ്രീക്ക് അഥവാ മധുര നശിപ്പിക്കുന്നതിനായി വരുവാൻ നിയോഗിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഏതാണ്ട് BCE 1-ാം നൂറ്റാണ്ടിനടുപ്പിച്ച് വടക്കേ ഇന്ത്യയുടെ മിക്ക ഭാഗവും ഇന്തോ ഗ്രീക്കുകാർ ഭരിച്ചിരുന്നു. CE 1-ാം നൂറ്റാണ്ടിൽ കുഷന്മാർ അവർക്ക് പകരം വരുന്നതുവരെ വളരെയധികം പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു മധുര. ഇതേപോലെയുള്ള പല കഥകൾക്കും അത് പ്രചോദനം നൽകുകയും ചെയ്തിരിക്കാം. ജരാസന്ധന് എതിരായ യുദ്ധത്തിൽ ഒരിടത്തു നിന്നും ആരും യാദവരെ സഹായിക്കുവാൻ വരുന്നില്ലെന്നത് താത്പര്യമുണർത്തുന്നുണ്ട്. അത് മഗധയുടെ ശക്തിയും മറ്റു രാജാക്കന്മാരുടെ ശക്തിക്ഷയവും വെളിവാക്കുന്നു. പ്രത്യേകിച്ചും വടക്ക്, ഇപ്പോഴത്തെ കാലത്തെ ഹരിയാനയുടെയും ഡൽഹിയുടെയും സമീപ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഭാരതന്മാരുടേത്. ഗാർഗ്യൻ ഏറെ വർഷങ്ങളോളം ധ്യാനം നടത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതും ഇരുമ്പ് മാത്രം ഭക്ഷിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് ഇരുമ്പിനെ പോലെ ശക്തിയും ഇരുണ്ട നിറവുമുള്ള ഒരു പുത്രൻ്റെ പിതാവാകുന്നതിന് സാധിച്ചത്. ഒരു ഗ്രീക്ക് സ്ത്രീയിൽ ജനിച്ചതാണെങ്കിലും യവനേശൻ്റെ പത്നിയെ ഗർഭിണിയാക്കുവാൻ ഗാർഗ്യനോട് ആവശ്യപ്പെട്ടതിനെ വന്ധ്യരും പുരുഷത്വമില്ലാത്തവരുമായ പുരുഷന്മാർക്ക് സന്താനങ്ങൾ ലഭിക്കുന്നതിനായി തങ്ങളുടെ ഭാര്യമാരെ മറ്റു പുരുഷന്മാരുടെ അടുത്തേക്ക് അയക്കുന്ന നിയോഗം എന്ന രീതിയാണ് ഇത് പരാമർശിക്കുന്നത്. മഹാഭാരതം നമ്മെ അറിയിക്കുന്നത് പോലെ കുരുക്കൾ ഈ രീതി വളരെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. കൃഷ്ണപുരാവൃത്തത്തിൽ ഇരുമ്പ് ആവർത്തിച്ചു വരുന്ന പങ്ക് വഹിക്കുന്നുണ്ട്. ഇരുമ്പിൽ ജനിച്ച ഒരു മനുഷ്യൻ മധുരയെ നശിപ്പിക്കുന്നു.
ഇരുമ്പ് പഴിപ്പിച്ച് രൂപപ്പെടുത്തിയ ആയുധങ്ങൾ അവസാനം യാദവ ഗോത്രത്തെയും കൃഷ്ണനെ തന്നെയും വധിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഇരുമ്പ് യുഗത്തിൻ്റെ ഉദയമായിരിക്കാം അടയാളപ്പെടുത്തുന്നത്. പാരമ്പര്യ പുരാവൃത്തങ്ങളിൽ അത് കലിയുഗമെന്ന് അറിയപ്പെടുന്നത് ആയിരിക്കാം. അഥർവവേദം ഇരുമ്പ് യാദൃശ്ചികമായി പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഋഗ്വേദത്തിൽ അതേക്കുറിച്ച് പരാമർശം ഇല്ല. ദ്വാരാവതിയിലേക്കുള്ള പാലായനം. അടുത്ത ഭാഗം. കാലയവനൻ തങ്ങളുടെ നഗരത്തെ സമീപിക്കുന്നത് കണ്ടപ്പോൾ എതിർത്തുനിൽപ്പ് വിഫലമായിരിക്കുമെന്ന് യാദവർ മനസ്സിലാക്കി. മഗധയുടെ ചക്രവർത്തിയുടെ 17 ആക്രമണങ്ങൾ ചെറുത്തുനിന്ന നഗരക്കോട്ടകൾ ഉടനടി മറികടക്കപ്പെട്ട് ചാമ്പലായി ഭൂമിയിലേക്ക് അമരും. നമുക്ക് ചെറുത്തു നിൽക്കാം, മരണം വരെ യുദ്ധം ചെയ്യാം, ബലരാമനും ധൈര്യശാലികളായ മറ്റനേകം യാദവരും പറഞ്ഞു. ഔചിത്യബോധമാണ് വിപതി ധൈര്യത്തിൻ്റെ മെച്ചപ്പെട്ട ഭാഗം. ശ്യാം എതിർത്തു. നമ്മൾ എന്തെല്ലാം തന്നെ ചെയ്താലും നഗരം വീഴും. മധുര വിട്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ജരാസന്ധൻ്റെ സേനയ്ക്ക് നമ്മുടെ പിന്നാലെ വരാൻ കഴിയാത്ത, വാസയോഗ്യമല്ലാത്ത മരുഭൂമിക്ക് കുറുകെ കടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്നതിന് നമ്മൾ തയ്യാറായാൽ പക്ഷേ യാദവർക്കത് അതിജീവിക്കുവാൻ കഴിയും. നമ്മൾ എവിടേക്ക് പോകണമെന്നാണ് നീ അഭിപ്രായപ്പെടുന്നത്? യാദവരുടെ ഉപദേശക സമിതിയിലെ മുതിർന്നവർ അന്വേഷിച്ചു. പഞ്ചജനൻ എന്ന അസുരനുമായി യുദ്ധം ചെയ്ത് എൻ്റെ ഗുരുവിൻ്റെ പുത്രനെ ഞാൻ മടക്കിക്കൊണ്ടുവന്ന പ്രഭാസം എന്ന സ്ഥലത്തേക്ക്. അവിടെ കടലിനു കുറുകെ ദ്വാരാവതി എന്നൊരു ദ്വീപുണ്ട്. നമ്മൾ അവിടെ സുരക്ഷിതരായിരിക്കും. ആരും വേവലാതിപ്പെടേണ്ടതില്ല. നേരത്തെ തന്നെ ഞാൻ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആവശ്യം വന്നാലോ എന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു രക്ഷാപദ്ധതി ഉണ്ടായിരുന്നു. വസുദേവന് ശ്യാമിൻ്റെ സമർത്ഥമായ നീക്കത്തിൽ മതിപ്പ് തോന്നി. യാദവർ അവൻ്റെ ജ്ഞാനത്തെ അഭിനന്ദിച്ചു. അവർ അവരുടെ ജംഗമ സ്വത്തുക്കൾ അടുക്കിക്കെട്ടി മധുരയിൽ നിന്ന് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ തെന്നി മാറിപ്പോയി. കാലയവനൻ്റെ സേനയോട് യുദ്ധം ചെയ്യുന്നതിനും അവരുടെ ശ്രദ്ധ തിരിക്കുന്നതിനും വേണ്ടി ശ്യാമും ബലരാമനും അവിടെ തന്നെ തുടർന്നു. കൃഷ്ണൻ്റെ ആഗമനം ഗോപാലകർക്ക് ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് നീങ്ങുന്നതിന് കാരണമായി. അവൻ്റെ ആഗമനം യാദവർക്ക് മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് നീങ്ങുന്നതിനും കാരണമായി ഭവിച്ചു. ഭാരതത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു പ്രമേയമാണ് 18 എന്നത്. ആ ഇതിഹാസത്തിന് 18 അധ്യായങ്ങൾ ഉണ്ട്. 18 സേനകൾ ഉൾപ്പെട്ട 18 ദിവസങ്ങൾ നീണ്ടുനിന്ന ഒരു യുദ്ധത്തെപ്പറ്റി അത് വിവരിക്കുകയും ചെയ്യുന്നു. ഭഗവത്ഗീതയ്ക്കും 18 അധ്യായങ്ങളാണുള്ളത്. എങ്ങനെയാണ് 18 ആക്രമണ ശ്രമങ്ങൾക്കു ശേഷം മാത്രം ജരാസന്ധന് മധുരയെ തരിപ്പണമാക്കുവാൻ കഴിഞ്ഞതെന്ന് ഹരിവംശവും പറയുന്നുണ്ട്. മഹാഭാരത കഥയുടെ ജൈനമത പുനരാഖ്യാനങ്ങളിൽ ജ്യോതിഷിമാർ മധുരയുടെ ആസന്നമായ പതനത്തെക്കുറിച്ച് കൃഷ്ണനോട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ യാദവരെ മരുഭൂമിക്ക് കുറുകെ ദ്വാരാവതിയിലേക്ക് കൊണ്ടുപോകുവാൻ പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. ദൈവങ്ങൾ ശ്മശാനം എന്ന് തോന്നിപ്പിക്കും വിധം ചിതയുടെ മായ സൃഷ്ടിക്കുന്നു. അങ്ങനെ എല്ലാ യാദവ പുരുഷന്മാരും സ്ത്രീകളും സ്വയം കൊന്നുകളഞ്ഞുവെന്ന് ജരാസന്ധന് ഉറപ്പാക്കുന്നു. അങ്ങനെ തങ്ങൾ പിന്തുടരപ്പെടുന്നുണ്ട് എന്ന ഭീതി ഇല്ലാതെ കുടിയേറിപ്പാർക്കുന്നതിന് ഇത് യാദവരെ അനുവദിക്കുന്നു. ഗംഗാ സമതലങ്ങളിൽ നിന്ന് പലായനം ചെയ്ത് കൃഷ്ണൻ ഗുജറാത്ത് തീരങ്ങളിലാണ് അഭയം കണ്ടെത്തുന്നത്. ഗംഗാ സമതലങ്ങളിൽ മുസ്ലിം കവർച്ചക്കാരിൽ നിന്നുള്ള ഭീഷണി മൂലം കൃഷ്ണഭക്തി ഗുജറാത്ത് തീരങ്ങളിലും രാജസ്ഥാനിലെ ഹവേലികളിലുമാണ് അഭയം കണ്ടെത്തുന്നത്. കൃഷ്ണൻ്റെ പ്രായപൂർത്തിയെത്തിയ അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗുജറാത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് ഗംഗാ സമതലങ്ങളിൽ അവൻ്റെ ബാല്യകാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രങ്ങളുടെ അത്രയും പ്രചാരം സിദ്ധിച്ചിട്ടില്ല. പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് തമിഴകത്ത് ജനിച്ച ഭക്തി കർണാടകത്തിൽ എത്തുമ്പോൾ യൗവനം പ്രാപിക്കുന്നു, ഗുജറാത്തിൽ എത്തുമ്പോൾ വാർദ്ധക്യം പ്രാപിക്കുന്നു, പിന്നെ ഗംഗാ സമതലങ്ങളിൽ അത് നവചൈതന്യം ആർജിക്കുന്നു എന്നാണ്. ഗുജറാത്ത് തീരവും വാഹനവതി
സിക്കോത്തർ മാതാവ് എന്നുകൂടി അറിയപ്പെടുന്ന ഹരിസിദ്ധി ദേവിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ദ്വാരകയിൽ വാസമുറപ്പിക്കുമ്പോൾ കൃഷ്ണനും അവളെ ദേവിയായി ആരാധിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട്. യാദവരിൽ നിന്നുള്ള വംശപരമ്പരക്കാർ എന്നവകാശപ്പെടുന്ന പല തദ്ദേശീയ ജഡേജ ഗോത്രക്കാരുടെയും കുടുംബദൈവം കൂടിയാണ് ഈ ദേവി. ദ്വാരാവതി നിർമ്മിക്കുന്നു. അടുത്ത ഭാഗം. വൃന്ദാവനത്തിൽ ഒരു നഗരം നിർമ്മിച്ചപ്പോൾ ആ അസാധാരണ ആകൃതിയിൽ ശ്യാമിനെ പ്രശംസിച്ച എല്ലാ ദൈവങ്ങളോടും പ്രഭാസത്തിൻ്റെ തീരങ്ങളിൽ നിന്ന് അകലെ തൻ്റെ ആളുകൾക്ക് വേണ്ടി ഈ ദ്വീപ് നിർമ്മിക്കുന്നതിന് അവൻ സഹായം അഭ്യർത്ഥിച്ചു. വിശ്വകർമ്മൻ എന്ന സ്വർഗീയ വാസ്തുശില്പി ശ്യാമിൻ്റെ യശസ്സിനു ചേർന്ന വിധത്തിൽ പൂന്തോട്ടങ്ങളും കവാടങ്ങളും ചത്വരങ്ങളും കൊണ്ട് പൂർണ്ണമായ വിസ്മയകരമായ ഒരു നഗരം നിർമ്മിച്ചു. ദൈവങ്ങളുടെ ഭണ്ഡാരപ്പുര സൂക്ഷിപ്പുകാരനായ കുബേരൻ അവിടം ധാന്യങ്ങളും സ്വർണവും കൊണ്ട് നിറച്ചു. ഇന്ദ്രൻ അവിടെ മധുരയിലേതുപോലെ തന്നെ യാദവ ഗോത്രത്തിലെ മുതിർന്നവർക്ക് വേണ്ടി സുധർമ്മ എന്നു പേരുള്ള ഒരു ഉപദേശക സമിതി മന്ദിരം സജ്ജീകരിച്ചു. മരുഭൂമിയുടെയും കടലിൻ്റെയും കുറുകെ യാത്ര ചെയ്ത് തങ്ങളുടെ പുതിയ പാർപ്പിട കേന്ദ്രമായ ദ്വാരാവതിയിലേക്കുള്ള യാദവരുടെ മഹാപാലായനവും അന്യദേശാഗമനവും ആരും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നതിനും ജരാസന്ധൻ്റെ സേനകളെ കബളിപ്പിക്കുന്നതിനും വേണ്ടി ശ്യാം തൻ്റെ ദൈവിക ശക്തി പോലും ഉപയോഗിച്ചു. പുതുനഗരത്തിൽ എത്തിയതോടെ മുറുമുറുത്തുകൊണ്ടിരുന്ന യാദവർ ശാന്തരായി. അവർ പരാതി പറയുന്നത് നിർത്തി പകരം ശ്യാമിനെ അനുഗ്രഹിച്ചു. ദ്വാരാവതിയെ ഒരു തീരദേശ നഗരം എന്നും ഒരു ദ്വീപ് നഗരമെന്നും പലതരത്തിലും വിവരിച്ചു കാണുന്നുണ്ട്. ദ്വാരകയുടെ തീരത്തു നിന്നകലെ പുരാതന കാലത്തെ സമുദ്രാന്തർഗത ചട്ടക്കൂടുകളുടെ ഖനനം ദ്വാരാവതിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന കണ്ടെത്തലുകളിലും കൃഷ്ണൻ ചരിത്രത്തിലുണ്ടായിരുന്ന ഒരുവനാണെന്ന അനുമാനത്തിൽ എത്തുന്നതിലും കലാശിച്ചു. ഇത് വിശ്വാസത്തിൻ്റെ ഒരു കാര്യമായിട്ടു തന്നെ അവശേഷിക്കുന്നു. ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെട്ട നിഗമനം ഒന്നുമല്ല. ബുദ്ധമതത്തിലെ ഗഡജാതക കഥയിൽ വസുദേവനും ബലദേവനും ഉൾപ്പെടുന്ന 10 സഹോദരന്മാർ നഗരങ്ങൾ കീഴടക്കിക്കൊണ്ട് ലോകം മുഴുവനും ചുറ്റിക്കറങ്ങുന്നുണ്ട്. ശത്രുക്കൾ സമീപിക്കുമ്പോൾ അവരിൽ നിന്ന് സ്വയം രക്ഷ നേടാനായി കടലിലെ ഒരു ദ്വീപിലേക്ക് സ്വയം പറന്നകലുന്ന ദ്വാരാവതി എന്നൊരു നഗരം അവർ കണ്ടുപിടിക്കുന്നുണ്ട്. സേന മുന്നോട്ട് നീങ്ങുന്നത് കണ്ട് ഒരു കഴുത കരച്ചിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നതിനെ തുടർന്നാണ് ഇത് സംഭവിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു. സഹോദരന്മാർ കഴുതയുടെ കാലിൽ വീണ് ഇനിമേൽ അങ്ങനെ കരയരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു. തനിക്ക് സ്വയം അതിന് കഴിവില്ലെന്ന് കഴുത പറയുന്നു. പക്ഷേ അതൊരു പരിഹാരം നിർദ്ദേശിക്കുന്നു. 10 സഹോദരന്മാരിൽ 4 പേർ തങ്ങളുടെ 4 ഇരുമ്പ് കലപ്പകളും 4 ഇരുമ്പ് ചങ്ങലകളും കൊണ്ട് നഗരത്തിൻ്റെ 4 കവാടങ്ങളും നിലം പരിശാക്കിയതിനു ശേഷം മാത്രമേ അത് കരയുകയുള്ളൂ. ഒരിക്കൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നഗരത്തിന് ദ്വീപിലേക്ക് പറക്കുവാൻ സാധിക്കുകയില്ല. 10 സഹോദരന്മാർക്കും അത് എളുപ്പത്തിൽ കീഴടക്കുവാനും കഴിയും. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം മുചുകുന്ദനെ ശ്യാം അനുഗ്രഹിക്കുന്നു എന്ന ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.